സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. ഐ മേ ബി ലെഫ്റ്റ് ഹാൻഡഡ് ബട്ട് ഐ ആം ഓൾവേസ് റൈറ്റ്. ഐ മേ ബി ലെഫ്റ്റ് ഹാൻഡഡ് ബട്ട് ഐ ആം ഓൾവേസ് റൈറ്റ്. ആക്ഷൻ ഹീറോ ബിജു എന്ന മലയാള ചിത്രത്തിലെ സുപ്രസിദ്ധ മലയാള ചിത്രത്തിലെ നായകൻ നിവിൻ പോളി അദ്ദേഹം പറയാനിടയുള്ള ഒരു വാചകമാണ് ഇത്. കാരണം അദ്ദേഹം ഒരു ഇടംകയ്യനായിരുന്നു, അതായത് ഇടത് കൈക്ക് കൂടുതൽ സ്വാധീനമുള്ള ആൾ എന്നർത്ഥം. അത് ആമുഖമായി പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ സാങ്കത്യത്വമൊക്കെ നമുക്ക് വഴിയെ പിന്നീട് തിരിച്ചു വന്ന് നമുക്കതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ. നമ്മൾ ഒരു കണ്ണ് തുറന്നുകൊണ്ട് നേർവഴിക്ക് ഒരു നേർവര വരച്ചാൽ അതിലൂടെ നമുക്ക് നിഷ്പ്രയാസം സഞ്ചരിക്കാൻ സാധിക്കും. നമുക്ക് അല്പം പോലും തെറ്റാതെ ആ നേർവരയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ണൊരു തൂവാല കൊണ്ട് കെട്ടിക്കൊണ്ട് കണ്ണ് കാണാതെ ആ വിധത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നേർവരയിലൂടെ പോകാൻ കഴിയില്ല. സ്വല്പം പോകാൻ കഴിയും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ ദിശാബോധം തെറ്റി ദിക്ക് മറന്ന് നിങ്ങൾ ഒരു വട്ടത്തിൽ ഒരു റൗണ്ടായിട്ടോ വൃത്താകൃതിയിൽ നിങ്ങൾ ചുറ്റി നടക്കേണ്ടി വരും. നിങ്ങൾക്കൊരിക്കലും നേരെ പോകാൻ സാധിക്കുകയില്ല. അത് ഒരു കാര്യം. നമ്മൾ ഈ ആവണി മാസത്തിൽ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് ഉറിയടി എന്നൊരു മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു കുടം, അതിലെന്തെങ്കിലും പാനീയം നിറച്ചിട്ടുണ്ടാവും. നൃത്ത ചുവടുകളോടെ ശ്രീകൃഷ്ണ വേഷധാരികളായ കുട്ടികൾ പങ്കെടുത്ത് അത് തല്ലി പൊട്ടിക്കുന്ന ഒരു മത്സരം. ഏതാണ്ട് അതേപോലത്തെ ഒരു മത്സരം ഈ ഓണത്തിനുമൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നാം കണ്ടു. ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഗ്രൗണ്ടിന് നടുക്ക് ഒരു മുകളിൽ നിന്നൊരു കയറിൽ ഒരു കുടം, മൺകുടം, അതിൽ നിറച്ച് വെള്ളമായിരിക്കും കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. മത്സരിക്കുന്ന ആൾക്കാർ 10-20 പേരുണ്ടാവും. ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്തായി അവരെ നിർത്തും. കണ്ണ് നല്ലവണ്ണം കറുത്തതൊന്ന് കെട്ടും. അങ്ങനെ കണ്ണ് കെട്ടി തുറന്നു വിട്ടാൽ തന്നെ നമുക്ക് നേരെ പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ സംഘാടകർ നമ്മുടെ 3-4 തവണ ഇങ്ങനെ വട്ടം കറക്കും, എന്നിട്ടേ അവർ നിർത്തുകയുള്ളൂ. അപ്പം നമുക്ക് യാതൊരുവിധ ദിശാബോധവും ഉണ്ടാവില്ല. തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ ആകാശത്തേക്കോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഞാൻ പല സ്പോർട്സ് വിഭാഗങ്ങളിലും പലപ്പോഴും വിജയിക്കാറുണ്ടെങ്കിലും ഈ മത്സരത്തിൽ ഞാനെന്നും ഒരു തികഞ്ഞ പരാജയമായിരുന്നു. എനിക്ക് ഒരിക്കലും അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം വൈറ്റിലെ സ്വദേശിയാണ്, പേര് പറയുന്നില്ല. അദ്ദേഹം നല്ല ഉയരം, ഗാംഭീര്യവും എടുപ്പുമുള്ള ആളാണ്. അദ്ദേഹം ഈ മത്സരത്തിൽ പങ്കെടുത്തു. അദ്ദേഹം മത്സരം തുടങ്ങിയപ്പോൾ അദ്ദേഹം പതുക്കെ ദിശ തെറ്റി, തൻ്റെ ദിക്ക് തെറ്റി റോട്ടിലേക്ക് ഇറങ്ങി നേരെ വടക്കോട്ട് പോയി, എടപ്പള്ളി ഭാഗം ലക്ഷ്യമാക്കി പോയി. അന്ന് മുതൽ ഞങ്ങൾ അദ്ദേഹത്തെ ഒരു ഇരട്ട പേരിട്ട് വിളിച്ചു, എടപ്പള്ളി കൊമ്പൻ എന്ന്. ആ സുഹൃത്ത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് മുഖത്തൊരു ചെറിയ പുഞ്ചിരി വന്നിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല. ഇനി ഒരു കാര്യമുള്ളത്, നമ്മുടെ വലത്തെ പാദം, കാലിൻ്റെ പാദം ഇടതിനെ അപേക്ഷിച്ച് സ്വല്പം വലുതായിരിക്കും. വലത് കാൽ ഇടതിനെ അപേക്ഷിച്ച് സ്വല്പം വലുതായിരിക്കും. വലത് കൈ ഇടതിനെ അപേക്ഷിച്ച് സ്വല്പം വലുതായിരിക്കും. എന്താണ് ഇതിന് കാരണം? ഈ മാറ്റം നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുകയില്ല. പക്ഷേ നമ്മൾ ഒന്ന് അളന്ന് നോക്കിയാൽ, കൃത്യമായ അളക്കാവുന്ന ഒരു ഉപകരണം അളന്ന് നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ പല കാര്യങ്ങളും, ഉറിയടി മത്സരം, കുടം തല്ലി പൊട്ടിക്കൽ മത്സരം, കണ്ണടച്ച് നേരെ നടക്കാൻ പറ്റാത്ത, ഇതിനെല്ലാത്തിനും കാരണം ഒന്നേ ഉള്ളൂ. അതിലേക്കാണ് നാം ഇനി വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ശരീരത്തിൻ്റെ ശരീരഘടന അത് സിമിട്രിക്കലല്ല, അത് ഒരു സന്തുലനാവസ്ഥയിലല്ല, അസന്തുലിതമാണ്, അസിമെട്രിക്കലാണ് എന്ന് അതിനെ പറയേണ്ടി വരും. അതായത് ഉദാഹരണം നമ്മുടെ വലതുഭാഗത്തെ മുഖത്തിൻ്റെ വലതുഭാഗത്തെ മുഖം മോർ ഡെവലപ്ഡ്, കുറച്ചും കൂടി വികാസം പ്രാപിച്ചിരിക്കും എല്ലാ ഫീച്ചേഴ്സും ഇടതിനെ അപേക്ഷിച്ച്. എല്ലാ ഭാഗവും അങ്ങനെയാണ്. നമ്മുടെ ഹൃദയം ഇടതുഭാഗത്താണ്, പക്ഷേ ലിവർ വലതുവശത്താണ്.
ശരീരത്തിലുള്ള ഈ അവയവങ്ങളുടെ അനുപാതം ഒട്ടും കൃത്യമല്ല, ഈക്വലല്ല, ഇക്വിലിബ്രിയം തീരെ ഇല്ല. അത് ആ അവയവ സന്തുലിതാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലുകൾക്ക് പോലും ഈ നീളക്കുറവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നാം കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലത് ഭാഗവും വലത് പാദവും വലത് കൈയും കാലും മുഖത്തിൻ്റെ വലത് ഭാഗവും ഒക്കെ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും, കുറച്ച് മോർ ഡെവലപ്ഡ് ആയിരിക്കും, ബെറ്റർ ഡെവലപ്ഡ് ആയിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഇതിന് കൃത്യമായൊരു ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാർക്ക് കൃത്യമായൊരു ഉത്തരം ഇതേവരെ അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും അവർ നൽകിയ വിശദീകരണം ഏതാണ്ട് ഇങ്ങനെയാണ്. ലോകത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും, ഏതാണ്ട് 90% ആൾക്കാരും അവരുടെ വലത് കാലും വലത് കൈയുമൊക്കെയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതായത് വലത് കയ്യന്മാരാണ് എന്നർത്ഥം. വെറും 4% ആൾക്കാർ മാത്രമേ ഇടത് കൈ ഉപയോഗിക്കുന്നുള്ളൂ, ഇടത് കൈക്ക് സ്വാധീനം കൂടുതൽ ഉള്ളവരായിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം, വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്നത്, എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ്, തലച്ചോറാണ്. പക്ഷേ ശരീരത്തിൻ്റെ വലത് ഭാഗം നിയന്ത്രിക്കുന്നത് എപ്പോഴും തലച്ചോറിൻ്റെ ഇടത് ഭാഗമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും 96% വലങ്കയ്യന്മാരായതുകൊണ്ട് അവരുടെ ആ വലത് ഭാഗം നിയന്ത്രിക്കുന്നത് ഇടത് ഭാഗത്തിൻ്റെ ബ്രെയിനിൻ്റെ ഇടത് ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായി അത് കൂടുതൽ ബെറ്റർ ഡെവലപ്ഡ് ആയിരിക്കും. എന്നാലല്ലേ അവർക്ക് വലത് ഭാഗം ഇത്ര സുഗമമായി ഇത്ര അധികം പേരിൽ സിംഹഭാഗം ആൾക്കാരിലും വലത് ഭാഗം നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വലങ്കയ്യന്മാർക്ക് ഇടത് ഭാഗത്തെ ബ്രെയിൻ കുറച്ചുകൂടി ബെറ്റർ ഡെവലപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് വലത് ഭാഗത്തെ കൈ, കാലിലെ മുഖത്തിൻ്റെ ഭാഗം തുടങ്ങിയവയൊക്കെ മച്ച് ബെറ്റർ ദാൻ ദി ലെഫ്റ്റ് ആയി നമുക്ക് തോന്നുന്നത്. ഈ സംശയമുള്ളവർ വേണമെങ്കിൽ ഈ വ്യത്യാസങ്ങൾ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സാധാരണ നമ്മൾ ടൈലർമാർ ഉപയോഗിക്കുന്ന ടേപ്പ് കൊണ്ട് നടന്നാലൊന്നും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മൈക്രോമീറ്റർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, മൈക്രോമീറ്റർ കാലിപ്പേഴ്സ്. ഇത് 1 മില്ലിമീറ്ററിൻ്റെ 100ൽ1 വ്യത്യാസം പോലും കൃത്യമായി അളക്കുവാൻ പറ്റുന്നതാണ് മൈക്രോമീറ്റർ കാലിപ്പേഴ്സ്. അത് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ചെറുതാണ്, അതിൻ്റെ 100ൽ1 പോലും കൃത്യമായി അളക്കാൻ പറ്റുന്ന ഉപകരണമാണ്. ഇത്തരം ഒരു ഉപകരണം ഉപയോഗിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വരും. പക്ഷേ ഇത് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇനി നമുക്ക് ഇടത് കയ്യന്മാർ 4% മാത്രമേ ലോകത്തുള്ളൂ എന്ന് വെച്ച് അവർ അത്ര മോശക്കാരാണെന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചില ഇടത് വിരുദ്ധന്മാരെ, ഇടത് മിടുക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. രത്തൻ ടാറ്റ, നിങ്ങൾക്കറിയാമല്ലോ, ടാറ്റ സാമ്രാജ്യത്തിൻ്റെ ഇന്നത്തെ അധിപൻ, അദ്ദേഹം ഒരു ഇടത് കയ്യനാണ്. ബിൽ ഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ 10 പണക്കാരെ എടുത്താൽ അദ്ദേഹം പെടും. ബിൽ ഗേറ്റ്സ് അമേരിക്കക്കാരനാണ്, അദ്ദേഹം ഒരു ഇടം കയ്യനാണ്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം, അദ്ദേഹം ഒരു ഇടത് കയ്യനാണ്. പ്രശസ്ത ഹോളിവുഡ് നടി ആഞ്ചലീന ജോളി, അവർ ഒരു ഇടത് കൈ കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. നമ്മുടെ നാട്ടിലെ അമിതാഭ് ബച്ചൻ, ബിഗ് ബി, അദ്ദേഹം ഒരു ഇടത് കയ്യനാണ്. ടോം ക്രൂസ്, മിഷൻ ഇമ്പോസിബിൾ നായകൻ, എത്രയോ സിനിമകൾ മിഷൻ ഇമ്പോസിബിൾ സീരീസ് വന്നിരിക്കുന്നു, അവയിലൊക്കെ നായകനായ ടോം ക്രൂസ്, അദ്ദേഹം ഇടത് കയ്യനാണ്. കിയാനോ റീവ്സിനെ നിങ്ങൾ മറന്നോ? 1994 പുറത്തിറങ്ങിയ സ്പീഡ് എന്ന ചിത്രത്തിൽ അതിൽ 1-2 ഭാഗങ്ങളുണ്ട്. ഒരു ത്രില്ലിംഗ് മൂവിയാണ്. അതിലെ നായകനായ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന കിയാനോ റീവ്സ് ഇടത് കയ്യനാണെന്നുള്ള കാര്യം നാം മറക്കേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു, മലയാള നടൻ നിവിൻ പോളി ഒരു ഇടത് കയ്യനാണ്. ശാസ്ത്രജ്ഞന്മാരിലും ഇടത് കയ്യന്മാർ കുറവല്ല. ഐസക് ന്യൂട്ടൺ ഒരു ഇടത് കയ്യനായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനാവട്ടെ, അദ്ദേഹവും ഒരു ഇടത് കയ്യനായിരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കുക. ഐസക് ന്യൂട്ടനോ ആൽബർട്ട് ഐൻസ്റ്റീനോ അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർ തങ്ങളുടെ ഭാഗം ഇങ്ങനെ വിശദീകരിച്ചേനെ എന്ന് എനിക്ക് തോന്നുന്നു. എവരിവൺ ഈസ് ബോൺ റൈറ്റ് ഹാൻഡഡ്, ഓൺലി ദ ഗ്രേറ്റസ്റ്റ് ഓവർകം ഇറ്റ്. എവരിവൺ ഈസ് ബോൺ റൈറ്റ് ഹാൻഡഡ്, ഓൺലി ദ ഗ്രേറ്റസ്റ്റ് ഓവർകം ഇറ്റ് എന്ന് അവർ പറയാനിടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞാൽ
എല്ലാം ദൈവത്തിൻ്റെ ഒരു കളി, ദൈവത്തിൻ്റെ ഒരു വികൃതി, ദൈവത്തിൻ്റെ ഒരു വിധി എന്നേ നമുക്ക് പറയാനുള്ളൂ. ആ ജഗദീശനോട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം എത്തുകയാണ്. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, എന്തെങ്കിലും വിജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഫോട്ടോയുടെ അടിയിൽ കാണുന്ന എൻ്റെ നമ്പർ ആദ്യം സേവ് ചെയ്യുക. 9847104717 9847104717 ഈ നമ്പർ ആദ്യം സേവ് ചെയ്യുക. അതിനുശേഷം ഫോട്ടോയുടെ അടിയിലെ ലിങ്കിൽ തൊട്ട് ഓപ്പൺ ചെയ്യുക. വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുവാനും ഏവരോടും അപേക്ഷിക്കുന്നു. ഈ പ്രവൃത്തിക്ക് ഒരുവിധ സാമ്പത്തിക നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല, തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി ഇനി കാണുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.